യേശു കർത്താവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടെല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മരമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേൽ എത്ര വയ്ക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടപ്പോൾ മലയിൽ കയറി. ആ പുരുഷാരത്തെയും കൊണ്ട് കർത്താവ് വന്ന്, നമ്മൾ വായിക്കുന്നത് പോലെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പുരുഷാരത്തെ പഠിപ്പിച്ചതായ സ്ഥലം, അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്, ദ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പഠിപ്പിച്ചതായ സ്ഥലം. ആത്മാവിൽ ദരിദ്രരായവർ അവർ ഭാഗ്യവാന്മാരാണ്, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശു കർത്താവ് അത് പഠിപ്പിച്ച, അത് പറഞ്ഞ ആ ലൊക്കേഷനിൽ, ഇസ്രായേലിൽ, ആ ലൊക്കേഷനിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. ഇവിടെയാണ്, ഈ മൗണ്ടൻ്റെ മുകളിലാണ് യേശു കർത്താവ് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത്.